മോദി ലോകരാജ്യങ്ങൾ ചുറ്റുമ്പോൾ ഇന്ത്യക്ക് അഭിമാനമാണ്. ചുറ്റുക എന്നുള്ളതല്ല, അതിലപ്പുറം ഇന്ത്യക്ക് വേണ്ടി മറ്റു രാജ്യങ്ങൾ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉന്നതി ഉണ്ടാക്കാനാണ് മറ്റു രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. പക്ഷേ അത് കേരളത്തിലെ പലർക്കും ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രാൻസിലെത്തിയ മോദിയെ ഫ്രാൻസ് പ്രസിഡന്റ് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്നിടത്ത് കൈ കൊടുക്കാതെ മറ്റാളുകളെ അദ്ദേഹം കൈ കൊടുത്ത് സ്വീകരിച്ചുകൊണ്ട് മോദിയെ അപമാനിച്ചു, ജാള്യത മറയ്ക്കാൻ മോദി പാടുപെടുന്ന വീഡിയോ പുറത്തെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താ പറയുക വീഡിയോകൾ പുറത്തു വന്നു. പക്ഷെ അതാരും വലിയ രീതിയിൽ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ആ തന്ത്രം പൊളിഞ്ഞ് പാളിസായി. അടുത്ത് വന്നത് അമേരിക്കയിലെത്തിയ മോദി കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ട്രംപ് കസേര വലിച്ച് മോദിയെ താഴെ ഇട്ടു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് സുഖമാണ് ഈ ചില വിഭാഗപ്പെട്ട മാധ്യമങ്ങൾക്കും ആളുകൾക്കും അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നവർക്കുമൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ്. കാരണം ഇവരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അല്ല, അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ലോകചരിത്രത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ചെല്ലുന്നു, ചിലർ കൈ കൊടുക്കാതിരിക്കുന്നു. നമ്മൾ തന്നെ ഒരു ചരിത്രം വായിച്ചിട്ട് പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് അറിയാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി അമേരിക്കയിൽ പോയി. അമേരിക്കൻ പ്രസിഡന്റ് കാണാൻ വേണ്ടി കാത്തുകെട്ടി നിന്നവരാണ് ഇന്ദിരാഗാന്ധി. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. അത് ഞാൻ പറഞ്ഞൊന്നുമല്ല, കുൽദീപ് നയ്യാരുടെ പുസ്തകത്തിനകത്തുണ്ട്, ദ പേട്രിയറ്റ് എന്ന പുസ്തകത്തിൻ്റെ പേര്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ദിരാഗാന്ധി കാത്തുകെട്ട കഥ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ, നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ച് അത്രയും ചരിത്രങ്ങളുണ്ട്. ഇവർക്കാർക്കും ചരിത്രത്തിൻ്റെ മോശമല്ല. കാരണം അവരെല്ലാവരും ഇത്തരം കാര്യങ്ങൾ വിവക്ഷിക്കുന്നത് സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചൈന സന്ദർശിച്ചു. 1958 സന്ദർശിച്ചത്. ആ സമയത്താണ് അവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ഉണ്ടാകുന്നത്, കൃത്രിമക്ഷാമം. 4.5 കോടി ജനങ്ങളാണ് അവിടെ പിടഞ്ഞു വീണ് മരിച്ചത്. ഭക്ഷണം കിട്ടാതെ കണ്ട്, ഒരു നേരത്തെ ആഹാരം കിട്ടാതെ കണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മരിച്ചതാണ്. പക്ഷേ നമ്മുടെ പാവം നെഹ്റു അറിഞ്ഞില്ല. അദ്ദേഹം അവിടെ മുഴുവൻ സന്ദർശനം നടത്തി, ചൈനക്കാരൻ കാണിക്കേണ്ട സ്ഥലങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു. അദ്ദേഹം പഞ്ചശീല തത്വത്തിലേക്ക് ഒപ്പിട്ടു. തിരിച്ചു വന്നപ്പോൾ ചൈനക്കാരൻ്റെ അടി കൊടുത്തു. ഈ തരത്തിൽ അടിമേടിച്ച് 12,000 ഏക്കർ കിലോമീറ്റർ സ്ഥലം ഇന്ത്യക്ക് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആളുടെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇതങ്ങനെയല്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പടുപ്പൂട്ടി ചർച്ചക്കാരാണ് പറഞ്ഞത് അവിടെ ഫ്രാൻസിൽ ഇദ്ദേഹത്തിന് കൈ കൊടുത്തില്ല എന്നൊക്കെ. ഇതൊരു വാർത്തയല്ലല്ലോ. ബാക്കി ഒരാളും വാർത്ത പറഞ്ഞിട്ടില്ലല്ലോ. ഒരുപക്ഷെ നമ്മുടെ ഈ അടുപ്പൂട്ടി ചർച്ചക്കാർക്ക് ഇംഗ്ലീഷ് ചർച്ചകൾ വരുന്ന സമയത്ത് അതിൻ്റെ മലയാള വിവർത്തനം കൃത്യമായ രീതിയിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് പ്രാധാന്യം അതിനെ സംബന്ധിച്ചില്ല. രണ്ടാമതൊരു വിഷയം അമേരിക്കയെ സംബന്ധിച്ചാണ്. അമേരിക്കയിലെത്തിയിട്ടുള്ള ഒരു ഗസ്റ്റിനെ ഇപ്പം അടുത്തിടയ്ക്ക് തന്നെ ശശി തരൂർ അടക്കം പറഞ്ഞിരുന്നു, ട്രംപ് പ്രസിഡൻ്റായതിനു ശേഷം ആദ്യമായിട്ട് ക്ഷണിക്കപ്പെടുന്ന വിദേശ രാഷ്ട്ര തലവൻ നരേന്ദ്രമോദിയാണ്. അതിന് നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാവുമെന്ന് പറഞ്ഞത് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന് MP ആണ്. അദ്ദേഹത്തിന് BJP-കാരനാക്കി. അപ്പോൾ അങ്ങനെ പറഞ്ഞ ശശി തരൂർ പറഞ്ഞ, അതായത് ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് ആളെ കസേര മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവർ വല്ല കോൺഗ്രസ്സുകാരായിരിക്കണം. ഇവിടെ കേരളത്തിലെ ഇന്ത്യൻ ചരിത്രത്തിൽ കസേര മാറ്റിയ ചരിത്രമൊക്കെ ഉണ്ട്. അങ്ങനെ കസേര മാറ്റിയിട്ട് വീണുപോയ ആളുടെ പേരാണ് സീതാറാം കേസരി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അതായത് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് കോൺഗ്രസ് ആസ്ഥാനത്തുണ്ടായിരുന്ന സീതാറാം കേസരി അദ്ദേഹത്തിൻ്റെ കസേര എടുത്ത് മാറ്റിയത് സോണിയാഗാന്ധിയാണ്. അതൊരു വലിയ വിഷയക്കാലത്തായിരുന്നല്ലോ. അങ്ങനെ കസേര നഷ്ടപ്പെട്ടിട്ട് വളരെ ദയനീയമായ രീതിയിൽ സ്വന്തം ഇരിപ്പിടം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കോൺഗ്രസിനെ ശപിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശേഷം കോൺഗ്രസിൻ്റെ ആർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്താതിരിക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സീതാറാം കേസരിയുടെ ശാപത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ആരെങ്കിലും ചെയ്യുമോ, ഒരാൾ ക്ഷണിച്ചുകൊണ്ട് പോകുന്ന ഒരാളുടെ കസേര മാറ്റാൻ തക്ക രീതിയിൽ അത്ര വിവരം കെട്ട ആളാണോ? അല്ലെങ്കിൽ അതിന് കസേര ഇട്ട് കൊടുക്കുന്നതും കസേര എടുത്തു മാറ്റുന്നതും ട്രംപാണോ? ഒരു പ്രസിഡന്റ് ചെയ്യുന്ന പണിയാണോ ഇത്? ഇത് അറിയാതെ കണ്ട് വിവരക്കേടുകൾ വിളിച്ചു പറയുന്നു എന്നുള്ളതല്ലാതെ കണ്ട് ഇത്തരം വിഷയങ്ങളിൽ സത്യത്തിൻ്റെ ഒരംശം പോലും ഇല്ല എന്നുള്ളത് പറയുന്നവരെ സംബന്ധിച്ച് വളരെ നിശ്ചയമുണ്ട്. പിന്നെ മറ്റൊന്ന്, നേരത്തെ പറയുന്ന അടുപ്പൂട്ടി ചർച്ചക്കാർ മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരു വിഷയം കാത്തിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് നരേന്ദ്രമോദി ആക്ഷേപിക്കലല്ല അവരുടെ വിഷയം. ഒരുപക്ഷെ നരേന്ദ്രമോദി മാറിയിട്ട് നാളെ അമിത്ഷാ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, അല്ലെങ്കിൽ JP നദ്ദ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, അല്ലെങ്കിൽ വേറൊരാൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ആര് പ്രധാനമന്ത്രി ആയാലും അവരാക്ഷേപിക്കുന്നത് പ്രധാനമന്ത്രിമാരെയാണ് ആക്ഷേപിക്കുക. അവർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ആക്ഷേപിച്ചിട്ടുണ്ട്.
അവർ ലാൽ ബഹദൂർ ശാസ്ത്രി ആക്ഷേപിച്ചിട്ടുണ്ട്, അവർ ഇന്ദിരാഗാന്ധി ആക്ഷേപിച്ചിട്ടുണ്ട്, അവർ അടൽ ബിഹാരി വാജ്പേയിയുടെ മുട്ടിന് ശസ്ത്രക്രിയ നടത്തിയതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ നരസിംഹറാവുവിനെ മൗനി ബാബ എന്ന് വിളിച്ചിട്ടുണ്ട്, അവർ മറ്റേ മൻമോഹൻ സിംഗിനെ അവർ ആക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെ വന്നാലും അവരെയൊക്കെ ആക്ഷേപിക്കുന്ന ആളുകൾ ആരെയാണ് പ്രകീർത്തിക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അവർ ഹമാസിനെ പ്രകീർത്തിക്കും, അവർ ലഷ്കർ ഇ തോയ്ബയെ പ്രകീർത്തിക്കും, അവർക്ക് മറ്റുള്ള എന്താണ് ജയ്ക്കിൻ മുഹമ്മദ്, അതൊരു വലിയ പ്രസ്ഥാനമാണ്. അപ്പം അങ്ങനെയൊക്കെ ആരൊക്കെയാണ് IS പ്രകീർത്തിക്കാൻ മടിക്കില്ല. അവർക്ക് ആരെയൊക്കെയാണ് പ്രകീർത്തിക്കേണ്ടതെന്ന് നല്ല നിശ്ചയമുണ്ട്. അവർ പ്രകീർത്തിക്കുന്നത് ഒരിക്കലും നരേന്ദ്രമോദി അല്ല അവർ ഇകഴ്ത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. അവർ ഇകഴ്ത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വത്തെയാണ് ഇകഴ്ത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് തകർന്ന് കാണേണ്ടത് ഇന്ത്യയാണ് തകരേണ്ടത്. ഇപ്പം ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു, BJP ഇന്ത്യ ഭരിക്കുന്നു. ആ ഇന്ത്യക്കും BJPക്കും നരേന്ദ്രമോദിക്കും എതിരായിട്ട് നടത്തുന്ന പ്രചരണങ്ങൾ ഒരു സമയത്ത് അവർ നടത്തിയിരുന്നത് കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനും നരസിംഹറാവുവിനെതിരായിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വത്തിനെതിരായിക്കൊണ്ടുള്ള വലിയ ശക്തമായിട്ടുള്ള പ്രചരണ കോലാഹലങ്ങളാണ് ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ ലെവലിലും ഈ പറയുന്ന ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധരിക്കുക അവർ നരേന്ദ്രമോദിക്കെതിരാണെന്ന് ധരിക്കുക. നരേന്ദ്രമോദിക്കെതിരെ മാത്രമല്ല അവർ നരേന്ദ്രമോദിക്കെതിരാണ്. പക്ഷേ നരേന്ദ്രമോദി മാറിയിട്ട് നാളെ വേറെ ആൾ വന്നാലും സ്വാഭാവികമായ രീതിയിൽ അവരിൽ നിന്ന് ഒരു എതിർപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവർക്കൊരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. അവർ ഇന്ത്യ സംവിധാനത്തിനെതിരാണ്. അതുകൊണ്ട് ഇന്ത്യയിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ, ഇപ്പം ഇന്ത്യയിൽ ഒരു സമയത്ത് കോൺഗ്രസ്സുകാരൻ ഇന്ത്യ ഭരിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് ഏകദേശം 50% ഇന്ത്യക്കാർക്ക് വീടുണ്ടായിരുന്നില്ല. 67% ഇന്ത്യൻ വീടുകളിൽ കക്കൂസ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുക. ആക്ഷേപം ഉണ്ടായിരുന്നില്ലല്ലോ അവർക്ക്. ഇന്ത്യക്കാർക്ക് വീടില്ലെങ്കിൽ ഇവർക്ക് ആക്ഷേപമില്ല, ഇന്ത്യക്കാർക്ക് കക്കൂസില്ലെങ്കിൽ ഇവർക്ക് ആക്ഷേപമില്ല. ഇന്ത്യയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം വർദ്ധിച്ചാൽ ഇവർക്ക് ആക്ഷേപം ഉണ്ടാവില്ല. ഇവർക്ക് ആക്ഷേപം വരുന്നത് പലപ്പോഴും ഇന്ത്യ വികസിക്കുന്ന സമയത്താണ്. ഇപ്പോൾ കുംഭമേള നടക്കുന്ന സമയത്ത് അവിടെ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ആക്ഷേപം ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വലിയൊരു സംഭവം നടക്കുന്ന സമയത്ത് അതിനെതിരായിട്ട് ഇവർക്ക് ആക്ഷേപം ഉണ്ടാവും. ഇന്ത്യയിൽ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവർക്ക് ആക്ഷേപം ഉണ്ടാവും. പക്ഷേ മറിച്ച് ഇന്ത്യ ഏതെങ്കിലും സ്ഥലത്ത് നശിക്കുന്ന സമയത്ത്, ഇന്ത്യ കൂപ്പുകുത്തുന്ന സമയത്ത് ഇവർക്ക് ആക്ഷേപം ഉണ്ടാവാറില്ല. ഇവരുടെ ആഗ്രഹം, ഇവരുടെ മോഹം ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വത്തെ നശിപ്പിക്കലാണ്. ആ സ്വത്വം നശിപ്പിച്ചിട്ട് ഇവർക്ക് ഇവരുടേതായുള്ള ചില മോഹങ്ങളുണ്ട്. ISൻ്റെ താല്പര്യങ്ങളുണ്ട്, ഹമാസിൻ്റെ മറ്റുള്ള ഭീകര പ്രസ്ഥാനങ്ങളുടെയൊക്കെ താല്പര്യമുണ്ട്. ആ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായിട്ട് ഭാരതം എന്ന് പറയുന്ന ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിലാണ് അവരേറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത്. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഇവിടെ എറണാകുളത്ത് തന്നെയുള്ള ഒരു പീസ് ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണല്ലോ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടി, തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ആ മറ്റേ കുട്ടിയുടെ പേര് ജോർജ് എന്നാണ്. അപ്പോൾ ജോർജിൻ്റെ വീട്ടുകാരെയും മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നീ സ്വീകരിക്കേണ്ടതെന്നാണ് കുട്ടിയോടുള്ള ചോദ്യമാണ്. ഇത് പഠിപ്പിച്ച വിദ്യാലയത്തിൻ്റെ പേര് പീസ് ഇൻ്റർനാഷണൽ എന്നാണ്. എറണാകുളത്തെയും കേരളത്തിലുള്ള അറിയപ്പെടുന്ന ഇസ്ലാമിക നേതാക്കന്മാർ, ഈ പറയുന്ന അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ പ്രസ്ഥാനങ്ങളടക്കം അവരെല്ലാവരും പീസ് ഇൻ്റർനാഷണൽ ആളുകളായിരുന്നല്ലോ. ഇവരാരും ആ വാർത്ത കൊടുത്തില്ലല്ലോ, അത് ഏറെക്കാലം ഇവിടെ പഠിപ്പിച്ചതാണല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയെ ഇകഴ്ത്തേണ്ടത്? ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും വലിയ പ്രചാരം കൊടുക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ് അവർ. അപ്പോൾ അതിന് അവർ പുതിയ നറേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യും. ആ തരത്തിൽപ്പെട്ട നറേഷൻസിലൊന്നായിരുന്നു ആദ്യം ഇറക്കിയിട്ടുള്ള ഫ്രാൻസിൽ ചെന്നു, അവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൈ കൊടുത്തില്ല. അയ്യോ വല്ലാത്ത കരച്ചിലായി പോയിരുന്നു നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാരുടെ കരച്ചിൽ. അടുത്തതാണ് കസേര മാറ്റിയിട്ടു. ഇങ്ങനെ കസേര മാറ്റിയിടില്ല എന്നുള്ളത് അറിയാനുള്ള, കസേര മാറ്റിയിട്ട് നരേന്ദ്രമോദി അവിടെ താഴെ വീണാൽ ഏറ്റവും കൂടുതൽ നാണം കെടുന്നത് അമേരിക്കയാണ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അമേരിക്കയ്ക്കുണ്ട്, ട്രംപിനുണ്ട്, അത് കേൾക്കുന്ന ലോകരാജ്യങ്ങൾക്കുണ്ട്. അത് നമ്മുടെ ഈ പറയുന്ന ചർച്ച നടത്തുന്ന ചില ആൾക്ക് ഇല്ലെങ്കിൽ അവരോട് സഹതപിക്കാൻ മാത്രമേ നമുക്ക് ഈ സമയത്ത് നിർവാഹമുള്ളൂ. തീർച്ചയായിട്ടും.